Hello everyone, welcome to MathSavant. So, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിലെ ഒരു പ്രോബ്ലം ആണ്. ഇത് വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 2 പ്ലസ് വീണ്ടും സ്ക്വയർ റൂട്ടിനകത്ത് 2 പ്ലസ് വീണ്ടും സ്ക്വയർ റൂട്ടിനകത്ത് 2 പ്ലസ് 2 കോസ് 4x. ഒരുപാട് സ്ക്വയർ റൂട്ട് ഒരുമിച്ച് കാണുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷേ അല്ല, വളരെ സിമ്പിൾ ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ഫോർമുല മാത്രം നമ്മൾ അറിഞ്ഞാൽ ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യണം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഏറ്റവും അകത്തുള്ള ഈ സ്ക്വയർ റൂട്ട് ഉണ്ടല്ലോ, സ്ക്വയർ റൂട്ട് ഓഫ് 2 പ്ലസ് 2 കോസ് 4x, അത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ സ്ക്വയർ റൂട്ടിനകത്ത് 2 അങ്ങ് കോമൺ എടുക്കും. അപ്പൊ എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 2 പ്ലസ് വീണ്ടും സ്ക്വയർ റൂട്ട് ഓഫ് 2 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ്, നമ്മൾ ഇതിനകത്ത് 2 കോമൺ എടുക്കുക. അപ്പൊ എങ്ങനെ വരും? 2 into 1 plus cos 4x. ശരിയാണല്ലോ, ഇത്രയും നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, എന്താണ് ഈ 1 plus cos 4x അല്ലെങ്കിൽ 1 plus cos 2x എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. അതറിഞ്ഞാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. എന്താണ് 1 plus cos 2x? 1 plus cos 2x എന്ന് പറയുന്നത് 2 cos square x ആണ്. ഇത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഇത് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, സോ 1 plus cos 2x 2 cos square x ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 2x ഡബിൾ ആകുമ്പോഴത്തേക്ക് 2x പകരം 4x ആണ് വരുന്നതെങ്കിലോ റൈറ്റ് സൈഡിലും അതുപോലെ ചേഞ്ച് ഉണ്ടാവും, ആംഗിൾ ഡബിൾ ആവും. അപ്പൊ 2 cos square 2x എന്ന് വരും. റൈറ്റ്, അപ്പൊ നമുക്ക് എഴുതാം 1 പ്ലസ് cos 4x എന്തായിരിക്കും? ഈക്വൽ ടു 2 cos square 2x ആയിരിക്കും. ഓക്കെ, സോ 1 പ്ലസ് cos 4x എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇനി വരും, സോ ദിസ് ബിക്കംസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 പ്ലസ് വീണ്ടും സ്ക്വയർ റൂട്ട് ഓഫ് 2 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു എന്താണ് 1 പ്ലസ് കോസ് 4x നമ്മൾ പറഞ്ഞത്? 1 പ്ലസ് കോസ് 4x 2 കോസ് സ്ക്വയർ 2x ആണ്. ശരി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 കോസ് സ്ക്വയർ 2x. ഇനി ആ റൂട്ടിനകത്തുള്ള ഈ 2 ഇൻറ്റു 2 എന്താവും? 4 ആവും. അപ്പൊ ഇത് 4 കോസ് സ്ക്വയർ 2x ആവും. 4 കോസ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 2 കോസ് ആണ് അല്ലേ? 4ന്റെ സ്ക്വയർ റൂട്ട് 2 ആണ്, കോസ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് കോസ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. സോ ദിസ് ബിക്കംസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 പ്ലസ് വീണ്ടും സ്ക്വയർ റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ടിനകത്ത് എന്ത് വരും? 4 കോസ് സ്ക്വയർ 2x. അതിന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 2 കോസ് 2x. അപ്പോ ഇതെന്തായി? ഈ സ്ക്വയർ റൂട്ടിനകത്ത് 2 പ്ലസ് 2 കോസ് 2x ആയി. അവിടെ എടുത്ത് 2 കോമൺ എടുക്കാൻ പറ്റുമല്ലോ, എടുത്തു നോക്കാം. അപ്പോൾ എന്ത് കിട്ടും? സോ ദിസ് ബിക്കംസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 plus root of 2 കോമൺ എടുത്തു. അപ്പോൾ എന്ത് വന്നു? 2 into 1 plus cos 2x എന്ന് വന്നു. ശരി, നമുക്കറിയാം എന്താണ് 1 plus cos 2x? 2 cos square x ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ബിക്കംസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 plus 2 into 1 plus cos 2x എന്താണ്? 2 cos square x ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ക്യാൻ റൈറ്റ് 2 cos square x. റൈറ്റ്, ഇതെന്തായി മാറി? ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 പ്ലസ് ഇവിടെ സ്ക്വയർ റൂട്ട് ഉണ്ട്, വിട്ടുപോയി. ഓക്കെ, എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 4 കോസ് സ്ക്വയർ എക്സ്? 2 കോസ് എക്സ് ആണ്. സോ ദിസ് ബിക്കംസ് റൂട്ട് ഓഫ് 2 പ്ലസ് 2 കോസ് എക്സ്. ഇതിൽ നമുക്ക് എന്ത് കോമൺ എടുക്കാൻ പറ്റും? വീണ്ടും 2 കോമൺ എടുക്കാൻ പറ്റും. സോ ദിസ് ബിക്കംസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ്. Right? 2 into 2 4 ആണ്. സോ ഇവിടെ സ്ക്വയർ റൂട്ട് 2 വന്നു. ശരിയാണ്, എന്തെങ്കിലും നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. ഇവിടെ 2 ഉണ്ടായിരുന്നു, ഇവിടെ 2 കോസ് സ്ക്വയർ ഉണ്ട്. സോ ദിസ് ബിക്കംസ് 4 കോസ് സ്ക്വയർ, സ്ക്വയർ റൂട്ട് 2 കോസ് എക്സ് ആണ്. ശരിയാണ്. അപ്പോൾ ഇതെങ്ങനെ വന്നു? റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് ദിസ് ബിക്കംസ് റൂട്ട് 2 ഇൻറ്റു എന്താണ് 1 പ്ലസ് കോസ് എക്സ്. 1 പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ആംഗിൾ പകുതിയാകുമ്പോൾ റൈറ്റ് സൈഡിലും ആംഗിൾ പകുതിയാകും. അപ്പൊ എന്താവും? 2 കോസ് സ്ക്വയർ x by 2 ആകും. സോ റൂട്ട് ഓഫ് 2 ഇൻറ്റു 2
cos square x by 2 എന്ന് വരും. 1 plus cos x എന്താണ്? 2 cos square x by 2. ഇവിടെ എഴുതാം 1 plus cos x എന്ന് പറയുന്നത് 2 cos square x by 2. ഇത് പഠിച്ചു വെച്ചേക്കുക, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പോ എന്ത് കിട്ടി? 2 into 2 4 ആയി. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്താണ്? 2 ആണ്. അതുപോലെ സ്ക്വയർ റൂട്ട് ഓഫ് cos square എന്താണ്? cos ആണ്. So we get the final answer is 2 cos x by 2. അപ്പോൾ ഒരൊറ്റ ഫോർമുല ഇതിനകത്ത് ആക്ച്വലി ഓർത്തെടുക്കാനുള്ളൂ. എന്താണ്? 1 plus cos 2x equal to 2 cos square x ആണ്. അപ്പോൾ ഇവിടെ 1 plus cos x വരുമ്പോൾ എന്താവും? ഈ 2x by 2 ആണല്ലോ x ആവുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ എന്താവും? by 2 ആവും. 2 cos 4x by 2 ആവും. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അതുപോലെ ഇവിടെ 1 plus cos 4x വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2x into 2 ആണല്ലോ 4x. അപ്പോൾ റൈറ്റ് സൈഡിൽ ആംഗിൾ 2 ടൈംസ് ആവും. അപ്പോൾ 2 cos square 2x ആവും. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. സോ ദ ആൻസർ ഈസ് 2 cos x by 2. സിമ്പിൾ.